kids, welcome back to Silent Learning. It's me, Sri Bhama SB. മക്കളെ മിസ് വന്നിട്ടുള്ളത് എന്റെ മക്കൾക്ക് എക്സാം എടുക്കാനായി കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളൂ അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു ടോപ്പിക് പറയാൻ വേണ്ടിയിട്ടാണ് ദ ചേംബേഴ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ കുഞ്ഞണകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ ഏതാണെന്ന് അറിയോ? എപ്പോഴും എക്സാമിന് ചോദിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻ ആണ്. നമുക്ക് നോക്കാം. അപ്പൊ മിസ് ഇവിടെ ആദ്യം തന്നെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എന്താണ് ഇതിന്റെ പേര് എന്ന്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ ഏതാണിത്. ഞാൻ പറഞ്ഞതിന് മുമ്പേ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യണേ. മൈക്രോസ്കോപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും കുഞ്ഞനായിട്ടുള്ള ആളുകളെ വലുതായിട്ട് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മൈക്രോസ്കോപ്പ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ മിസ്സിന്റെ ഫോൺ ഇപ്പൊ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഫോണിനകത്തും ഒരുപാട് സാധനങ്ങൾ കുഞ്ഞതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതുപോലെ നമ്മൾ അമീബ, ബാക്ടീരിയ, വൈറസ് പറഞ്ഞ പല സാധനങ്ങളും പല അസുഖം പരത്തുന്ന പല സാധനങ്ങളും അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റതാ. അതൊക്കെ എങ്ങനെയാ കാണാൻ പറ്റുക? മൈക്രോസ്കോപ്പിലൂടെ പറ്റുള്ളൂ. സോ നമ്മുടെ നേക്കടെ കൊണ്ട് കാണാൻ പറ്റാത്ത കുഞ്ഞനായിട്ടുള്ള ആളുകളെ വലുതായിട്ട് കാണാൻ, ലാർജ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ വലുതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ഉള്ളിത്തൊലി എടുക്കുക. ആ ഉള്ളിത്തൊലിയുടെ ഉള്ളില് ഓരോരോ കോശങ്ങളില്ലേ, ആ കോശത്തെ വലുതായിട്ട് കാണാൻ പറ്റുമോ? പറ്റും, മൈക്രോസ്കോപ്പിലൂടെ പറ്റും. അതുപോലെ നമ്മുടെ ഹ്യൂമൻസിന്റെ നമ്മളിപ്പോ ചീക്ക്, നമ്മുടെ ഒരു കവിളിന്റെ ഭാഗം എടുക്കാം. കവിളിലെ കോശങ്ങൾ, ഇഷ്ടം പോലെ കോശങ്ങളല്ലേ നമ്മുടെ ബോഡിക്കകത്ത്. അതിൽ ഒരു കോശത്തിൽ നിന്ന് വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ മതി. അപ്പൊ മിസ് ഇവിടെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഒനിയൻ പീൽ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു മൈക്രോസ്കോപ്പിക് വ്യൂവും ആനിമൽ സെല്ലിന്റെ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഒന്ന് സസ്യമാണ്, ഉള്ളി എന്ന് പറയുമ്പോൾ സസ്യത്തിൽപ്പെട്ട വിഭാഗമാണ് അല്ലെ. മറ്റേത് ആനിമൽ സെൽസ് ആണ്, ജന്തുകോശമാണ്. എന്താണ് ജന്തുകോശവും സസ്യകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ളത് എപ്പോഴും 1, 2, 3 എന്നല്ല എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നേരത്തെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കത് നോക്കാം അല്ലെ, എന്തൊക്കെയാണ് നോക്കാം. നോക്കിക്കോ. ഫസ്റ്റ് നമുക്ക് ആനിമൽ സെല്ലിൽ നിന്ന് പിടിക്കാം. സൈറ്റോപ്ലാസം അല്ലെ, സൈറ്റോപ്ലാസം ഉണ്ട്. അതിന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, മൈറ്റോകോൺട്രി ഉണ്ട്, റൈബോസോം ഉണ്ട്, അതേപോലെ തന്നെ ന്യൂക്ലിയസ് ഉണ്ട്, ഫേനും ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. രണ്ടിലും ഉണ്ട്. ഈ സസ്യകോശത്തിൽ നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും. പക്ഷെ ചില സാധനങ്ങളിൽ സസ്യകോശത്തിൽ മാത്രം കാണുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോശഭിത്തി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? കോശദ്രവ്യമുണ്ട്, അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡാണ് കോശദ്രവ്യം. കോശസ്തരം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും പുറത്തുള്ള ഈ ഒരു അവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പാളിയാണ് കോശസ്തരം. പക്ഷെ ഈ കോശഭിത്തി, സെൽ മെംബ്രെയിൻ അല്ല, സെൽ വാൾ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ആ കോശഭിത്തി അത് സസ്യകോശത്തിൽ മാത്രം കാണുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. അതേപോലെ ഫേനം നോക്കുക. ഇതിൽ വലിയ ഫേനുമാണ്, ഇതിനകത്ത് കുഞ്ഞി ഫേനുമാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിളാണ്. ചിലപ്പോൾ ഏതെങ്കിലും പിക്ചർ തന്നിട്ട് ഏതാ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഫേനം വെച്ചിട്ട് തന്നെ ചെയ്യാം, പിന്നെ കോശഭിത്തി വെച്ചും ചെയ്യാം. പിന്നെയുള്ള വേറൊരു പ്രത്യേക ആളെന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഹരിതകം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരാളാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ സസ്യകോശത്തിൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ നോക്ക്, നമ്മുടെ സസ്യകോശത്തിൽ മാത്രം പ്രത്യേകമായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് ആളുകളുണ്ട്, ബാക്കിയൊക്കെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ വേറൊരു ചെറിയൊരു പിക്ചറും കൂടെ മിസ്സഡ് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടോ, മർമ്മം 2നും ഉണ്ട്, പക്ഷെ ഹരിതകം എന്ന് പറയുന്നത് സസ്യകോശത്തിന് മാത്രമേ ഉള്ളൂ. കോശദ്രവ്യം 2നും ഉണ്ട്, എന്നാൽ കോശഭിത്തി എന്ന് പറയുന്ന സെൽ വാൾ ഇതിന് മാത്രമേ ഉള്ളൂ. ഫേനം 2നും ഉണ്ട്, കോശസ്തരം ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? മെയിൻ ആയിട്ട് പറയുന്ന 2 വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഹരിതകം, രണ്ടാമത്തെ നമ്മുടെ കോശഭിത്തിയാണ്. ഇത് പഠിക്കാൻ സിമ്പിൾ ആയിട്ട് ട്രിക്ക് മിസ് പറഞ്ഞുതരാം. ഹരിത ഭിത്തിയിൽ അമർത്തി എന്ന് ആലോചിക്കുക. ഹരിത എന്ത് ചെയ്യാണ്? ഭിത്തിയിൽ അമർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആലോചിക്കുക. അപ്പൊ സസ്യം എന്ന് പറയുന്ന സമയത്ത് സസ്യകോശത്തിൽ കാണുന്നത് ഹരിത ഭിത്തിയിൽ അമർത്തി, ഹരിതകവും കോശഭിത്തിയും സെൽവാളും ക്ലോറോപ്ലാസ്റ്റും ആണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആലോചിച്ച് വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങളോട് എപ്പോഴും എക്സാമിന് ചോദിക്കും ഏതൊക്കെയാണ് ആ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും, ടേബിളും ചോദിക്കും. അപ്പൊ ഈ ടേബിൾ നിങ്ങൾ ഫിൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നോക്കുക. മർമ്മം 2നും ഉണ്ട് അല്ലെ. കോശഭിത്തി എന്ന് പറയുന്നത് ജന്തുകോശത്തിനില്ല, സസ്യത്തിന് മാത്രമേ ഉള്ളൂ. കോശസ്തരം എന്ന് പറയുന്ന 2നും ഉണ്ട്, ഫേനം 2നും ഉണ്ട്, പക്ഷെ ഫേനത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട്, വലിപ്പച്ചെറുപ്പം ഉണ്ട് അല്ലെ. പിന്നെ ഹരിതകം എന്ന് പറയുന്നത് സസ്യകോശത്തിലേ ഉള്ളൂ, ജന്തുകോശത്തിൽ ഇല്ല. കോശദ്രവ്യം 2ലും ഉണ്ട്. അപ്പൊ ഇത് എപ്പോഴും പഠിക്കണേ. നിങ്ങൾ മാറ്റി എഴുതരുത്. സെൽ വാളും അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റും ഹരിത ഭിത്തിയിൽ അമർത്തി സിമ്പിൾ ആയിട്ട് ആലോചിച്ച് പഠിക്കാം.
റെഡി ആണെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് പോർഷൻസ് ഇനിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതുപോലെ ഒരുപാട് കലോത്സവങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ക്ലാസ് മിസ്സാവുന്നു എന്ന് ഒരുപാട് മക്കൾ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള സൊല്യൂഷനാണ് നമ്മുടെ വജ്ര ബാച്ച്. വജ്ര ബാച്ചില് ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സെറ്റ് ആണ്, റെഡിയാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ, പോയ ക്ലാസ്സുകൾ പോവാണ്ട് ഇനി അടിപൊളിയായിട്ട് ഇനി പഠിക്കണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചാണ് വജ്ര ബാച്ച്. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടക്കം നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ ക്രിസ്മസ് എക്സാം വരാൻ പോവല്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടേ, യൂണിറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണ്ടേ, അതൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വജ്ര ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ നമ്പർ ഉണ്ട് 9995400800. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എല്ലാവരും ബാച്ചിൽ ഉണ്ടാകുന്ന വിചാരിക്കുന്നു, അടിപൊളിയാവുന്ന വിചാരിക്കുന്നു. അപ്പൊ ബാക്കി കാര്യങ്ങളുമായിട്ട് വീണ്ടും മിസ് വരും. അപ്പൊ അതുവരേക്കും ബൈ ബൈ.